പ്രിയപ്പെട്ടവർ നമസ്കാരം. വെൽക്കം ടു പി കെ ലേണിങ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞു, കൊല്ലം ഒരു ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രം, കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അച്ചൻകോവിൽ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഈ അയ്യപ്പ ക്ഷേത്രങ്ങൾ നോക്കിയാൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഈ 5 ക്ഷേത്രങ്ങളും ബാല്യം, കൗമാരം, ഗൃഹസ്ഥാശ്രമം, പിന്നെ സന്യാസം, പിന്നെ വാർദ്ധക്യം, ഇങ്ങനെ പരശുരാമൻ സ്ഥാപിച്ച ഈ 5 ശാസ്താ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളും, ഒന്ന് ബാലരൂപത്തിലുള്ളത്, അത് കുളത്തൂപ്പുഴയിലാണ്. 2 യൗവന രൂപത്തിലുള്ളത്, മീൻസ് കുമാര രൂപത്തിലുള്ളത് ആര്യങ്കാവിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പിന്നെ ഇന്ന് പഠിക്കുന്ന അയ്യപ്പൻ ഗൃഹസ്ഥാശ്രമ രൂപത്തിലുള്ള അച്ചൻകോവിൽ ക്ഷേത്രം, പിന്നെ ശബരിമലയിൽ സന്യാസ രൂപത്തിലിരിക്കുന്ന നമ്മളെല്ലാം തീർത്ഥയാത്ര നടത്തുന്ന ശബരിമല ക്ഷേത്രം, പിന്നെ കാന്തമലയിൽ വാനപ്രസ്ഥ രൂപത്തിൽ അനുഷ്ഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കാന്തമല ക്ഷേത്രം. ഈ കാന്തമല പ്രശസ്തമല്ല, മറ്റ് 4 ക്ഷേത്രങ്ങളും വളരെ പ്രശസ്തമാണ്. നമ്മളിന്ന് പഠിക്കുന്ന ഈ കുളത്തൂപ്പുഴ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. അച്ചൻകോവിലിൽ അയ്യപ്പസ്വാമി തൻ്റെ 2 ഭാര്യാസമേതനായ അയ്യപ്പൻ താഴെ പറയുന്ന ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഈ അച്ചൻകോവിൽ ക്ഷേത്രത്തിലാണ്. അതായത് അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ 2 ഭാര്യമാർ പൂർണ്ണയും പുഷ്കലയും. പിന്നെ ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, അയ്യപ്പ വിഗ്രഹത്തിൻ്റെ കൈക്കുമ്പിളിൽ ചന്ദനവും തീർത്ഥവും കാണാം. അത് ഈ പ്രദേശം ഒരു വനപ്രദേശമായതിനാൽ എപ്പോഴും പാമ്പുകളുടെ സാമീപ്യവും അല്ലെങ്കിൽ വിഷദംശം എപ്പോഴും ഏൽക്കാൻ സാധ്യത കൂടിയ ഒരു പ്രദേശമായതിനാൽ അതിന് പരിഹാരമായിട്ടാണ് ഈ അയ്യപ്പൻ്റെ തൃക്കൈകളിലിരിക്കുന്ന ചന്ദനവും തീർത്ഥവും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് പ്രതിവിധിയായിട്ട് ഉള്ളതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ 2 കൈയും നീട്ടി അതിൽ ഒരു കൈയിൽ ചന്ദനവും മറുകൈയിൽ തീർത്ഥവുമായി നിൽക്കുന്ന ഒരു സ്വരൂപമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വരൂപം വരാൻ കാരണം ഈ പ്രദേശം സർപ്പദംശനത്തിന് പേര് കേട്ടതായതിനാൽ അതിനുള്ള പരിഹാരമായിട്ടുള്ള, അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഈ ചന്ദനവും തീർത്ഥവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഈ അമ്പലം പിന്നെ വിഷദംശമേക്കുന്ന അല്ലെങ്കിൽ വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രതിവിധി നൽകുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഭാര്യാസമേതനായ അയ്യപ്പൻ ഒരു വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് ചികിത്സ നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ ഒരു ധന്വന്തരി സങ്കല്പത്തിലാണ് ഇവിടെ അയ്യപ്പനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇന്ന് പഠിക്കുന്ന അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ അയ്യപ്പൻ 2 കൈകളിലും ഒരു കൈയിൽ തീർത്ഥവും ഒരു കൈയിൽ ചന്ദനവുമായാണ് നിൽക്കുന്നത്. അത് വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് പ്രതിവിധിയായിട്ടാണ് ഈ ചന്ദനവും തീർത്ഥവും വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രം വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് പരിഹാരമായിട്ട് പേര് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അയ്യപ്പനെ ധന്വന്തരി ഭാവത്തിൽ ആരാധിക്കുന്നു. അയ്യപ്പനെ കൂടാതെ ഇവിടെ മാളികപ്പുറത്തമ്മയും മറ്റു ഉപദേവതകളുമുണ്ട്. ശബരിമലയിലും ഉണ്ട് മാളികപ്പുറത്തമ്മ, ഇവിടെയും മാളികപ്പുറത്തമ്മയുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രധാനമായും ഓർമ്മിക്കുക. അച്ചൻകോവിൽ ക്ഷേത്രം വിഷപ്പാമ്പ് ദംശനത്തിനുള്ള ചികിത്സയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ധന്വന്തരി സങ്കല്പത്തിൽ ആരാധിക്കുന്ന അയ്യപ്പൻ ഏത് ക്ഷേത്രത്തിലാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഓർമ്മിച്ചോളണം, അത് അച്ചൻകോവിൽ ക്ഷേത്രമാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു പാതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ, തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ആഘോഷ ആചാരങ്ങൾ പലതും തമിഴ് സംസ്കാരവും കൂടി ചേർന്നുള്ളതാണ്. തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നും പാതയുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്ര ദർശനത്തിന് തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഭക്തർ എത്താറുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിൽ എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അച്ചൻകോവിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അയ്യപ്പൻ്റെ 5 സ്വരൂപങ്ങളിൽ
ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള അയ്യപ്പനാണ് ഇവിടെ കാണുന്നത്. അതായത് കുടുംബസമേതം താമസിക്കുന്ന അയ്യപ്പനെയാണ് കാണുന്നത്. തൻ്റെ 2 ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നീ 2 ഭാര്യാസമേതനായി കഴിയുന്ന അയ്യപ്പനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റ് പല ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ്റെ മറ്റ് പല സ്വരൂപങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ ബാലസ്വരൂപം എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഗൃഹസ്ഥാശ്രമിയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ 5 ദശകങ്ങളിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് കാണുന്ന അയ്യപ്പൻ ഇവിടെയാണ്. വിഷപ്പാവിൻ ദംശനത്തിന് ചികിത്സയ്ക്ക് പേരുകേട്ട ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ അയ്യപ്പൻ്റെ ഇവിടുത്തെ മൂർത്തിയുടെ കൈകളിലും പിന്നെ കൈനീട്ടി നിൽക്കുന്ന ദേവനാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്നിൽ തീർത്ഥവും ഒന്നിൽ ചന്ദനവുമുണ്ട്. ഇത് വിഷപ്പാമ്പിൻ്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ദംശനത്തിൻ്റെ ചികിത്സയ്ക്ക് പേരുകേട്ടതാണ് എന്നാണ്, അല്ലെങ്കിൽ പരിഹാരമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ചന്ദനവും തീർത്ഥവും ഉള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷപ്പാമ്പിൻ്റെ ദംശനത്തിന് ചികിത്സയ്ക്ക് പേരുകേട്ട ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിലെ മൂർത്തിയെ അയ്യപ്പനെ ധന്വന്തരി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. പിന്നെ മാളികപ്പുറത്തമ്മയുണ്ട്, മറ്റ് ഉപദേവതകളും ഉണ്ട്. തമിഴ്നാട്ടിലെ ആചാരങ്ങളുമായി ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ബന്ധപ്പെട്ടതിന് കാരണം ഈ ക്ഷേത്രത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും വരാൻ പാതയുണ്ട്. അപ്പോൾ ധാരാളം തമിഴർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്, ഈ അമ്പലത്തിൽ എത്താറുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഈ തിരുവച്ചൻ ഓർമ്മിക്കുക, ഇവിടുത്തെ ദേവനെ തിരുവച്ചൻ എന്നാണ് അയ്യപ്പനെ, ശാസ്താവിനെ, അച്ഛൻ കോവിൽ ശാസ്താവിനെ ഭക്തിപൂർവ്വം തിരുവച്ചൻ എന്ന് പണ്ട് മുതലേ വിളിച്ചിരുന്നു. അതിൽ നിന്നാണ് അച്ഛൻ കോവിൽ എന്ന പേര്, അച്ഛൻ്റെ കോവിൽ, തിരുവച്ചൻ്റെ കോവിൽ എന്ന പേര്, അച്ഛൻ കോവിൽ എന്ന പേര് വന്നത്. പിന്നെ അറിയാം, ശാസ്താ ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജ മണ്ഡല പൂജയാണ്. പിന്നെ മറ്റൊന്ന് രഥോത്സവം നടക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഇപ്പോൾ രഥോത്സവം നടക്കുന്ന കുറേ ക്ഷേത്രം നമ്മൾ പഠിക്കും. അത് ഇവിടെയും രഥോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ ക്ഷേത്രം എന്ന് ഓർമ്മിക്കുക. നമ്മളിനി കടയ്ക്കൽ ക്ഷേത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കടയ്ക്കൽ ക്ഷേത്രം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം. നമ്മുടെ തെക്കൻ ജില്ലക്കാർ എല്ലാവരും ഈ വാക്ക് കടയ്ക്കൽ തിരുവാതിര, കടയ്ക്കൽ തിരുവാതിര എന്ന് കേൾക്കാത്ത ആൾക്കാർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുണ്ടാകില്ല. കാരണം ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവ ദിനമാണ് കടയ്ക്കൽ തിരുവാതിര. അത് വഴിയെ വരുന്നുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയിൽ ആൽത്തറമൂട്, കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ കടയ്ക്കൽ ദേവീക്ഷേത്രം. കടയ്ക്കലമ്മ എന്നാണ് ഇവിടുത്തെ കടയ്ക്കൽ ദേവി അറിയപ്പെടുന്നത്. ദേവിയുടെ തിരുപാദത്തിൽ അല്ലെങ്കിൽ ദേവിയുടെ തൃപ്പാദത്തിൽ, തൃപ്പാദം എന്ന് വെച്ചാൽ അടിയിൽ, കീഴിൽ എന്നർത്ഥം. അപ്പോൾ ദേവിയുടെ കടയ്ക്കൽ എന്ന്, അല്ലെങ്കിൽ ദേവിയുടെ തൃപ്പാദത്തിൽ എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. അത് വലിയ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ ക്ഷേത്രത്തിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, ദേവി പ്രതിഷ്ഠ കൂടാതെ മഹാലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രവും പിന്നെ ദേവനും വിഷ്ണുവും ചേർന്ന ഒരു തളിയിൽ ക്ഷേത്രവും കൂടി അതിൻ്റെ അനുബന്ധമായുണ്ട്. 3 ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് കടയ്ക്കൽ ദേവിയുടെ ക്ഷേത്രം, പിന്നെ അതോടൊപ്പം ഒരു തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാദേവ ക്ഷേത്രം, പിന്നെ തുല്യ അകലത്തിൽ മഹാദേവൻ്റെയും വിഷ്ണുവിൻ്റെയും ചേർന്നുള്ള 3ാമത്തെ ക്ഷേത്രം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ നടുക്കായിട്ടൊരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നും തുല്യ ദൂരത്തിലാണ് ഈ 3 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ കടയ്ക്കൽ ദേവി ക്ഷേത്രവും ഈ മഹാശിവക്ഷേത്രവും പിന്നെ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പ്രതിഷ്ഠയുള്ള തളിർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇത് 3ൻ്റെയും ഈ കുളത്തിൻ്റെ തുല്യ അകലത്തിൽ നിന്നാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഈ പ്രധാന കടയ്ക്കൽ ദേവിയുടെ പ്രധാന ക്ഷേത്രത്തിൽ വിഗ്രഹമോ പൂജാരിയോ ഒന്നുമില്ല. ആ ദേവിയുടെ അരുളപ്പാട് അല്ലെങ്കിൽ അരുളപ്പാട് ദേവി അരുള് ചെയ്ത പ്രകാരമാണ് അവിടെ പ്രതിഷ്ഠയൊന്നും വയ്ക്കാത്തത്. പിന്നെ ദേവീസ്ഥാനത്ത് ദർശനത്തിനായിട്ട് 3 തിരുമുടികൾ ഉണ്ടാക്കി. ദേവിയുടെ ആഗ്രഹപ്രകാരം, ദേവി നിർദ്ദേശപ്രകാരം 3 തിരുമുടികൾ ഉണ്ടാക്കി അവയെയാണ് പൂജാകർമ്മങ്ങൾ നടത്തി ആരാധിച്ച് പോരുന്നത് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ വിഗ്രഹമില്ല, പൂജാരിയുമില്ല. ഓർമ്മിക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം പഠിച്ചിരുന്നു. അവിടെയും ഇതുപോലെ ഒരു പരബ്രഹ്മ വിശ്വാസമാണുള്ളത്. അവിടെ ഒന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 തിരുമുടികൾ
ആ പ്രതിഷ്ഠയ്ക്ക് പകരമായി വച്ച് പൂജിച്ചാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ പൂജാരിമാർ ആരല്ല, ബ്രാഹ്മണന്മാരല്ല, നെട്ടൂർ കുറുപ്പന്മാരാണ്. അതായത് ദേവിയുടെ ചൈതന്യം ആദ്യമായി സ്വപ്നരൂപേണ ലഭിച്ചത് നെട്ടൂർ കുറുപ്പന്മാർക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയെ പൂജിക്കാനുള്ള അവകാശവും ഈ നെട്ടൂർ കുറുപ്പന്മാരുടെ പിൻതലമുറക്കാർക്കാണ് ലഭിച്ചത്. അപ്പോൾ ഇതാണ് കടയ്ക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. ആൽത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പിന്നെ കടയ്ക്കലമ്മ, ദേവിയുടെ കടയ്ക്കൽ എന്ന പേരിൽ നിന്നാണ് അത് കടയ്ക്കലമ്മ എന്നാണ് വിളിക്കപ്പെടുന്നത്. ദേവിയുടെ കടയ്ക്കൽ എന്ന വാക്ക് നിന്നാണ് ഈ കടയ്ക്കൽ എന്ന വാക്കുണ്ടായത്. പിന്നെ അവിടെ 3 ക്ഷേത്രങ്ങളാണ് പറയുന്നത്. ഒന്ന് ശിവക്ഷേത്രം, ദേവീക്ഷേത്രം, ഈ കടയ്ക്കൽ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം, അവിടെ പ്രതിഷ്ഠയില്ല. 3 തിരുമുടികൾ പ്രതിഷ്ഠിച്ചാണ് അവിടെ ആരാധിച്ചു പോരുന്നത്. പിന്നെ മഹാദേവൻ്റെ ക്ഷേത്രം, പിന്നെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചേർന്നുള്ള ഒരു തളിർ ക്ഷേത്രം. ഇത് 3ഉം നടുക്കൊരു കുളമുണ്ട്. അതിൽ നിന്നും തുല്യ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വിഗ്രഹമോ പൂജാരിയോ ഒന്നുമില്ല. അവിടുത്തെ പൂജ എല്ലാം ചെയ്യുന്ന ആരാണ്? നെട്ടൂർ കുറുപ്പന്മാരാണ്. അപ്പോൾ ദേവിയുടെ നിശ്ചയപ്രകാരമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ദേവിയുടെ നിശ്ചയപ്രകാരമാണ് ഇന്നും കടയ്ക്കൽ ക്ഷേത്രത്തിൽ പിന്നെ പൂജാരി വിഗ്രഹമില്ലാതെ പൂജകൾ നടത്തുന്നത്. 3 തിരുമുടികൾ ഉണ്ടാക്കി പൂജ കർമ്മം നടത്തി വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ കടയ്ക്കൽ തിരുവാതിരയെക്കുറിച്ച് പറഞ്ഞു. കുംഭമാസത്തിലാണ്, ഓർമ്മിച്ചോളണം, കുംഭമാസത്തിലാണ് കടയ്ക്കൽ തിരുവാതിര. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുവാതിര ഉത്സവം. അപ്പോൾ കടയ്ക്കൽ തിരുവാതിര കുംഭമാസത്തിലാണ്. പിന്നെ വിഗ്രഹമില്ലാത്ത ഒരു ക്ഷേത്രമാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രം. 3 തിരുമുടികൾ പ്രതിഷ്ഠിച്ചാണ് അവിടെ പൂജാകർമ്മങ്ങൾ നടത്തി വരുന്നത്. അപ്പോൾ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം അതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രം അതും കൊല്ലം ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ, നേരത്തെ പറഞ്ഞ പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ല. പിന്നെ കൊറ്റംകുളങ്ങര ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടുത്തെ ചമയവിളക്കാണ്. പുരുഷന്മാർ സ്ത്രീരൂപം കെട്ടി വിളക്കെടുക്കുന്ന ഒരു ആചാരമാണ് ചമയവിളക്ക്. നമുക്കറിയാം, കേരളത്തിലെ അതിപ്രസിദ്ധമായ IPS ഓഫീസർമാർ വരെ ഈ ചടങ്ങുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്താൽ കിട്ടും. മേൽക്കൂരയില്ലാത്ത, പ്രതിഷ്ഠയുണ്ട് പക്ഷേ മേൽക്കൂരയില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അതായത് മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ മഴയും വെയിലും അടക്കമുള്ള ആ പ്രകൃതി പ്രതിഭാസങ്ങളെ ഏറ്റുവാങ്ങി വനദുർഗ ഭാവത്തിൽ ദേവി കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മേൽക്കൂര ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ വർഷവും മീനം 10, 11 തീയതികളിൽ രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ് ഈ ചമയവിളക്ക് ഉത്സവം. അഭീഷ്ടകാര്യ സിദ്ധിക്കായി പുരുഷന്മാർ വ്രതാനുഷ്ഠത്തോടെ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്ന ഒരു ആചാരമാണ് ചമയവിളക്ക് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളൂ. ചവറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ചമയവിളക്ക് ലോകപ്രശസ്തമാണ്. പിന്നെ മേൽക്കൂര ഇല്ലാത്ത ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ഏറ്റുവാങ്ങി സ്ഥിതി ചെയ്യുന്ന വനദുർഗ ഭാവത്തിലുള്ള ദേവിയാണ് കൊറ്റംകുളങ്ങര ദേവി. എല്ലാ വർഷവും മീനമാസം 10, 11 തീയതികളിൽ രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ് ഈ ചമയവിളക്ക് ഉത്സവം. സ്ത്രീകളല്ല ചമയവിളക്കെടുക്കുന്നത്, പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി സ്ത്രീകളെക്കാൾ അല്ലെങ്കിൽ സ്ത്രീകളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ സ്ത്രീവേഷം കെട്ടി ഈ ചമയവിളക്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അത്രത്തോളം പ്രസിദ്ധമാണ് ചമയവിളക്ക്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് അച്ചൻകോവിൽ ക്ഷേത്രം, പിന്നെ കടയ്ക്കൽ ഭഗവതി ക്ഷേത്രം, പിന്നെ അതുപോലെ ഇപ്പോൾ പറഞ്ഞ കൊറ്റംകുളങ്ങര ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. പരീക്ഷ ഡിസംബർ, ജനുവരി സമയങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സാവധാനം പഠിച്ച് പോയാൽ മതി. നമ്മൾ നോട്ടൊക്കെ എഴുതി നന്നായി പഠിച്ച് പോയാൽ മതി. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.